മോളെ ബർത്ത്ഡേ പായസം കീടേക്ക് തിമിർത്ത് കലക്കി. താങ്ക് യു. ആ ഇവൾക്ക് നല്ല കൈപ്പുണ്യാ. കൈപുണ്യത്തിന്റെ കാര്യത്തില് ഇവളുടെ അമ്മ ആഹാ എന്റെ സുരേ അവൾ ചില എണ്ടക്കല ഉണ്ടാക്കും വായിലൊക്കെ കൊള്ളൂലോ. എന്താ എന്താ നീ പറഞ്ഞത്? അടുത്ത പിറന്നാളിന് നമുക്ക് അനിയെ കെട്ടിച്ചു വിടണമെന്നല്ലേ പറഞ്ഞത്? എന്റെ ഭാര്യയുടെ ബെദർമൂ വാർത്ത നിനക്കാൻ മനസ്സിലായി? ടി വി കണ്ടിട്ടുണ്ട്. അല്ല ടി വിയിൽ പലതും കാണും. അത് വന്ന് ഇവിടെ കണക്കരുത്. എന്റെ സുരേ ആ ഇവളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്നറിയാമോ? ഇവളുടെ ആങ്ങളുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാന്നുള്ളതാ. ഏതാ തുണിക്കടയിൽ ജോലി കേൾക്കുന്നവനാ? അവനല്ലേ കുറച്ചു കാലം ജയിലിൽ കിടന്നത്? ഓ അതിലൊന്നും വലിയ കാര്യമില്ല. ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതെ ഗാന്ധിജി ജയിലിൽ കിടന്നതേ ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിൽ ഒളിക്കാമറ വെച്ചേനല്ല. അപ്പൊ ചന്ദ്രനും കിടന്നിട്ടുണ്ടല്ലോ ജയിലില്. അതാ പറഞ്ഞത് ഒരു വീട്ടില് രണ്ട് ജയിൽ പുള്ളികൾ വേണ്ട. അതെ ഇന്നൊരു സംഭവം ഉണ്ടായി. കിച്ചുവിന്റെ മുറിയിൽ അവന്റെ ജീവിത ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സിനിമയുടെ കാര്യം മറ്റാണോ? ആ ഒന്നത് തന്നെ. ഏതെങ്കിലും ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കണം. അതിപ്പോ ഉടനെ നടക്കുമല്ലോ. അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ. എപ്പം എടാ അതിന് അഡ്വാൻസ് കിട്ടിയ കാശ് കൊണ്ട് മേടിച്ചെന്ന സാധനം അല്ലടാ നാറി നീ ഇന്നലെ കുടിച്ചത്. അതല്ലേ അടുത്ത എന്താണ്? പിന്നെ സുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണം. അത് ഈ സിനിമയിലൊക്കെ നായകനായി കഴിഞ്ഞാൽ പിന്നെ സുന്ദരിമാരെയൊക്കെ ഇഷ്ടം പോലെ കിട്ടത്തില്ലയോ? ഇല്ലയോ മോളെ? അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞടാ. അച്ഛനെ പണിക്കൊന്നും വിടാതെ വീട്ടിലിരുത്തണം. അതിപ്പോ തന്റെ കൈയും കാലും തല്ലി വെച്ചിട്ടായാലും വീടിന്റെ ഇറങ്ങി മൂലക്ക് ഇരുത്തല്ല. അവൻ സ്നേഹമുള്ളവനാ. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുവാ. ആയിക്കോട്ടെ. ആ അതെ നാളെ ചെലവ് എന്റെ വകയാ. എന്റെ ഈ ശശി എന്നുള്ള പേരുണ്ടല്ലോ അത് ഗസറ്റി കൊടുത്ത് അങ്ങ് മാറ്റി. അത് ശരിയാതിന്റെ പേപ്പറെല്ലാം അടുത്ത ആഴ്ച എനിക്ക് ഇങ്ങ് കിട്ടുവേ. അത് കീടേക്ക് തിമിർത്ത് കലക്കി. ശശിയുടെ പുതിയ പേരെന്താ ശശി? സോമൻ. എങ്ങനെ? സോമൻ. ആ ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. ചുരുക്കം പറഞ്ഞ സോമൻ ഊളയായി. അപ്പൊ ഇതിനി മാറ്റേണ്ടി വരൂ. എന്നാ വിശേഷം? എന്റെ പിറന്നാളാ. ഹലോ ആൻമരിയ. ഹായ് കിച്ചു. അതെ നാളെ ഫ്രീ ആണോ? അതെ നാളെയും ഫ്രീ ആണ്. ഓക്കെ എന്താന്നറിയോ നാളെ എനിക്കൊരു ഫിലിമിന്റെ ഓഡിഷൻ ഉണ്ട്. ആണോ? ഓൾ ദ ബെസ്റ്റ്. തകർക്കണം കേട്ടോ. താങ്ക് യു. ബട്ട് ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ ഇൻട്രസ്റ്റ് ഇല്ല. സോ കിച്ചുവിന് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? അതിനൊന്നും ഞാൻ വരാലോ. എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും പരിചയമില്ല അതാ. എനിക്ക് എല്ലാ സ്ഥലം അറിയാന്നേ. ഞാൻ വരാം. താങ്ക് യു. താങ്ക് യു. ശരി കിച്ചു ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്.